നമസ്കാരം. എനിക്ക് ഒരാൾ അയച്ചു തന്നൊരു പോസ്റ്റാണ്. അത് ഷിഫാന ഹസീബ്, SHIFANA, ഷിഫാന ഹസീബ്, HASEEB. ആ മഹദിയുടെ പോസ്റ്റാണത്. അതിലൊരു കാര്യം പറയുന്നുണ്ട്. അൻസാരി എന്ന് പറയുന്നൊരു മദ്രസ പ്രൊഡക്റ്റ്, നല്ല വാക്കാ, മദ്രസ പ്രൊഡക്റ്റ്. മദ്രസ പൊട്ടെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മദ്രസ പ്രൊഡക്റ്റ്. മദ്രസയിൽ നിന്നുള്ള പ്രൊഡക്റ്റ്, അതിൻ്റെ നിർമ്മാണ ദോഷം. അയാൾ ആലപ്പുഴയിലിരുന്ന് ഓണത്തെ അധിക്ഷേപിക്കുന്നു, അപഹസിക്കുന്നു. ഓണം എന്താ ഒലക്കയുടെ മൂട് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഏതായാലും ഷിഫാന ഹസീബ് പറയുകയാണ്, ഇങ്ങനെ ചോദിച്ച ഓർമ്മ മാത്രമേ അയാൾക്കുള്ളൂ. തലയ്ക്ക് അടി കിട്ടിയ പോലെ. സ്കൈലാബ് പണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ് സ്കൈലാബ് തലയിൽ വന്ന് വീണ ഒരാളുടെ അതിലെന്തോ ഒരു സാധനം തലയിൽ വന്ന് അടിച്ചു, ബോധം കിട്ടും. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ആശാരി സുന്ദരി ഉസ്താദിനുണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ ഓണാഘോഷത്തിന് ഉള്ള ആടിത്തിമർക്കുന്ന കാര്യങ്ങളൊന്നും ഓണാഘോഷത്തിൽ പൊതുവേ ഇല്ല. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നവരല്ലോ. പിന്നെ ഇപ്പോൾ പുലിക്കളി വന്നിട്ടുണ്ട്, കുമ്മാട്ടിക്കളി ചിലയിടത്തുണ്ട്. പക്ഷെ അതൊക്കെയും പുരുഷന്മാരുടെ ഒരു കുത്തകയാണ്. പുലിക്കളി ഇപ്പോൾ സ്ത്രീകളും പുലിക്കളി വേഷം കെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പൂക്കള മത്സരം, അങ്ങനെ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. പണ്ട് വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തിരുന്ന ഓണാഘോഷം. ഇതെല്ലാം കഴിഞ്ഞു സർക്കാർ ഓണാഘോഷം ആരംഭിച്ചു. സർക്കാർ ഓണാഘോഷം ഒരിക്കൽ മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്തുണ്ടായത്. രാത്രി മുഴുവൻ ആൾക്കാർ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരുപാട് ബൾബിൻ്റെ ഡെക്കറേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും രാത്രി മുഴുവൻ കട തുറന്നു വെച്ചു, കാണാനും വേണ്ടി. ബിസിനസ് കിട്ടാനില്ല, കട കാണാനൊക്കെ ആയിട്ട്. പക്ഷെ ഇത്തവണ ഓണാഘോഷം നടന്നത് മലബാറിലാണ്. മലബാറിൽ നടന്നു പറയുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, മലബാർ അവിടെ ഒരു ഡൊമിനേറ്റഡ് സമൂഹം എന്ന് പറയുന്നത് ഇസ്ലാം വംശത്തിൽപ്പെട്ട ആളാണ്, മുസ്ലിങ്ങളാണ്. ദക്ഷിണ കേരളത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിന് അത്രയും പകിട്ട് മലബാറിൽ ഓണാഘോഷത്തിന് ഉണ്ടാകാറില്ല. ഞാൻ അറിഞ്ഞിടത്തൊരു കാലഘട്ടത്തിൽ മലബാറിൽ ഓണം തന്നെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇത്തവണ ഏറ്റവും വലിയ ഓണാഘോഷം നടന്നത് മലബാറിലാണ്. തൃശ്ശൂരിലല്ല, അല്ലെങ്കിൽ പത്മനാഭൻ്റെ മണ്ണിലല്ല, അനന്തപുരിയിലല്ല, അല്ലെങ്കിൽ കോട്ടയത്തോ കൊല്ലത്തോ അല്ല, അല്ലെങ്കിൽ പാലക്കാടല്ല. തൃപ്പൂണിത്തുറയ്ക്കും വലിയ രൂപത്തിൽ അത്തച്ചമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ പോലും അല്ല ഏറ്റവും വലിയ ആഘോഷം നടന്നത്. അത് നടന്നത് തട്ടമിട്ട മൊഞ്ചത്തിമാരുടെ, മൊഞ്ചത്തി പെണ്ണെ പാട്ടയും കേട്ടിട്ടില്ലേ, അവിടെയാണ് നടന്നത്. അവർ ഐശ്വര്യത്തിൻ്റെ നിറക്കുട്ടങ്ങളാണ്, മണിമുത്തുക്കളാണ്. ആ തട്ടമിട്ട് ആ തട്ടങ്ങനെ കഴുത്തിൽ വിട്ടിട്ട് അവർ വന്ന് അപ്പിക്കുപ്പായവും ചാക്കുമൂടൽ പരിപാടിയും അതിനേക്ക് കവറടക്കിയിട്ട് അതിൻ്റെ മേലെ കയറിയിട്ട് പഠിച്ചു വെച്ച ഡാൻസാണ് അവർ ചെയ്തത്. അല്ലാണ്ട് വെറുതെ കിടന്ന് ഹൈ ഹുയ് എന്ന് പറയുന്നതല്ല. നേരത്തെ കരുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത നൃത്തം അവരാടി. അതിൽ ഹിന്ദു പെൺകുട്ടികളുണ്ട്, ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്, മുസ്ലിം പെൺകുട്ടികളുമുണ്ട്. അതിൻ്റെ പുറകിൽ അതൊരു ഓണക്കളി മാത്രമായിരുന്നില്ല, അതൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലായിരുന്നു. ഇസ്ലാമിൻ്റെ ഇന്നത്തെ രൂപത്തിലുള്ള ജനനം ഉണ്ടാകുമ്പോൾ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിനെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ നിന്നുള്ള മോചിപ്പിക്കലിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം പെൺകുട്ടികളുടെ മോചനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടുതലും പെൺകുട്ടികളാണല്ലോ. ആൺകുട്ടികൾ ഉണ്ടായിരിക്കും മരിച്ചു. ഖദീജയ്ക്കുണ്ടായ 2 പെൺകുട്ടികൾ മരിച്ചു. ആ മറ്റു ആൺകുട്ടികൾ, ഖദീജയ്ക്കുണ്ടായ 2 ആൺകുട്ടികൾ മരിച്ചു. പിന്നീടുണ്ടായ ഒരു ആൺകുട്ടി, അതും മരിച്ചു. പെൺകുട്ടികളുണ്ട്. അവരെ പൊന്നിൻ്റെ പൊന്നായിട്ടാണ് അങ്ങനെ നോക്കി വളർത്തിയത്. ഇവിടെ എല്ലാത്തിനും നിഷിദ്ധം പറയുമ്പോൾ ഐഷ സാക്ഷാൽ നബി തിരുമേനിയുമായിട്ട് ഐഷയും ഐഷയുടെ കൂട്ടുകാരികൾ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. നബി അസാമാന്യ ശേഷിയുള്ള ഉയരവും തടിയുമുള്ള ഒരു സമ്പൂർണ്ണ പുരുഷനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ഓടി രക്ഷപ്പെടാനൊന്നും ഓടി തോൽപ്പിക്കാനൊന്നും ഐഷയ്ക്ക് കഴിയില്ല. പക്ഷേ പലപ്പോഴും നബി തിരുമേനി തോൽക്കാറുണ്ട്, അഥവാ തോറ്റു കൊടുക്കാറുണ്ട്. അലി എന്തുണ്ടാവും, എപ്പോഴും തോൽക്കാൻ ഞങ്ങൾ മത്സരത്തിനില്ല എന്ന് പറഞ്ഞാലോ. ആ കളിയിൽ പലപ്പോഴും നബി തിരുമേനി തോൽക്കുമ്പോൾ ഐഷ തുള്ളിച്ചാടാറുണ്ട്. അത്രേ, തോൽപ്പിച്ചേ എന്ന് പറഞ്ഞ്. അങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ പെൺകുട്ടികളെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ആയതുകൊണ്ട് തന്നെ നബി തിരുമേനി കാലം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അതിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആചാര്യന്മാർ ഐഷ ബീവിയോടാ ചോദിക്കുക, ഇതിനെക്കുറിച്ചൊരു സംശയമുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന്. അത്രയും ബഹുമാനത്തിലുള്ള സ്ഥാനം കൊടുത്തിരുന്നു. അതിൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ജാമിദ ടീച്ചറെ പോലുള്ള മഹദികൾ അതിൻ്റെ അവിടെ പഠിച്ച് അറിവുണ്ടായിട്ട് അവർ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ അതിന് ശ്രമിച്ച സമയത്ത് കൊന്നില്ലെന്ന് മാത്രം. കൊന്നു, വാക്കുകളെ കൊണ്ട് കൊന്നു. കുന്തം കുത്തി കൊല്ലച്ച ആ നിമിഷം കൊണ്ട് മരിക്കും. പക്ഷെ അന്ന് തുടങ്ങിയ അവഹേളനം ഇന്നും തുടരുകയാണ്. അപ്പോൾ അവർ നബി തിരുമേനി ആവിഷ്കരിച്ച ഇസ്ലാമിലാണോ അതോ പഴയ ജാഹിലിയ കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? ചിന്താവിഷയമല്ലേ. ഏതായാലും പെൺകുട്ടികളെ കൃഷിഭൂമിയാക്കിയിട്ട് വിത്ത് വിതറി മുളപ്പിക്കാനുള്ള കൃഷിഭൂമികളായിട്ട് മാറ്റിയിട്ട് വീടിനകത്ത് ചാക്കുമൂടികളായിട്ട് പ്രേതരൂപികളായിട്ട്, അതാണ് ഇഷ്ടം. അവരുടെ ഇഷ്ടം അതാണ്. ആണുങ്ങൾക്ക് എന്തോ ആകാം കേട്ടോ. അപ്പം അവരുടെ ആധ്യാത്മിക രംഗത്തിൽ നിന്ന് ലോപം സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവരെയും നോട്ടം LDF, UDF, LDF, UDF, BJP. അപ്പം അതേ ചിന്തയുള്ളൂ. ബാക്കിയെല്ലാം അവരങ്ങളായിട്ട് അവർ തന്നെ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. ആ കഥയും നമ്മൾ അറിയുന്നുണ്ട്. എന്നിട്ട് പലതും പറഞ്ഞ് അവരുടെ കീഴാദികളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. എത്ര കാലം പറ്റും? എല്ലാത്തിനും അവസാനം ഉണ്ടല്ലോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, സത്യമായിട്ടും ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കൊന്ന് ഉറങ്ങും, അപ്പോഴേയും ബെല്ലടിക്കും, കേൾക്കും. അല്ലാതെ വന്ന മെസ്സേജ് നോക്കുമ്പോൾ എന്താ, അവിടെ പെൺകുട്ടികൾ, മുസ്ലിം മൊഞ്ചത്തിമാർ അവിടെ ഓണാഘോഷം നടത്തുന്നു. അത് ഒന്ന് തൂങ്ങുമ്പോഴേക്കും അടുത്ത മെസ്സേജ് വരും, ഇന്ന സ്ഥലത്ത് അവർ മൊഞ്ചത്തികൾ. അതെല്ലാം തന്നെ ഞാൻ ശേഖരിച്ചു വെച്ചു. കാണാനും ഒരു സന്തോഷം. മുത്തുമണികൾ. ഏതായാലും അവരുടെ കാലിന്മേലുണ്ടായിരുന്ന ചങ്ങല അവർ ചവിട്ടി ഉടയ്ക്കുകയായിരുന്നു ചെയ്തത്. ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സ്ത്രീകൾ അവരുടെ പുരുഷന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് അടുക്കളയിൽ പുകയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്ന സ്ത്രീകൾ അരങ്ങത്തേക്ക് വന്ന ചരിത്രം, 80 വർഷം മുമ്പുണ്ടായ ചരിത്രം, അത് തന്നെ അതിൻ്റെ ഒരു പുനരാവർത്തനമാണ് ഇപ്പോൾ കണ്ടത്. ഇസ്ലാം പെൺകുട്ടികൾ അവർക്ക് ഈമാൻ അവകാശപ്പെട്ടതല്ല. മുമ്പ് പറഞ്ഞ പോലെ കിടന്നു കൊടുക്കണം, വിത്ത് വിതയ്ക്കാൻ, അത് മാത്രമേ അവർക്ക് അവകാശമുള്ളൂ.
ഏതായാലും ഇത് ആസൂത്രിതമാണെന്ന് ഇവന്മാർ പറയുന്നുണ്ട്. ഈ പറയുന്ന ആശാരി സുന്ദരി ഉസ്താദൊക്കെയും പറയുന്നുണ്ട്, സത്യമാണ്. ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വെറുതെ ചെണ്ടകൊട്ടിൻ്റെ ഒപ്പം വെറുതെ തുള്ളിച്ചാടില്ല പലയിടത്തും ചെയ്തിട്ടുള്ളത്. ആസൂത്രിതമായിട്ട് പ്രാക്ടീസ് ചെയ്ത നൃത്തം തന്നെയാണ് അവർ കളിച്ചിട്ടുള്ളത്. ഇനിയും അവരെ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ നൃത്തത്തിൻ്റെ ആ ചടുലത, അവരാ ചവിട്ടിൻ്റെ ശേഷി, അത് കണ്ടല്ലോ, ചവിട്ടി കൂട്ടും നിങ്ങളെ കേട്ടോ. ഇവിടെയുള്ള ജാഹിലിയ ഉസ്താദുമാരെ, ജാഹിലിയ കാലഘട്ടത്ത് ജാഹിലിയ പ്രേമം വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പേപ്പട്ടി ഉസ്താദുമാരെ ചവിട്ടിക്കൂട്ടും പെൺകുട്ടികൾ. ഇനി മുണ്ടാണ്ടിരിക്കും ഒരു മൂലയ്ക്ക്. ഇത്തവണത്തെ ഓണാഘോഷം എനിക്ക് തോന്നുന്നത് ഓണത്തെ ഇവർ ഹൈജാക്ക് ചെയ്തു എന്നപ്പോൾ സംശയം. ഇനി ഓണം അത് ഞങ്ങളുടെയാണ്, മാവേലി ഞങ്ങളുടെ, ആരോരിക്കൽ പറഞ്ഞതാണ്, മാവേലി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ പെൺകുട്ടികൾ ഡാൻസ് കളിച്ചു, അതിന് നിങ്ങൾക്കെന്താ ഹിന്ദുക്കളെ എന്ന് ചോദിച്ചു വരും ഈ പറയുന്ന ഉസ്തുക്കൾ. അവർക്ക് എങ്ങനെയും ന്യായീകരിക്കണമല്ലോ. മഹാബലി അവരുടെ ആളാണെന്ന് ഇനി പറഞ്ഞോട്ടെ, നല്ല കാര്യം, ഒരു വിഷമവുമില്ല, എല്ലാം അവരുടേതാക്കിക്കോട്ടെ. ഏതായാലും തട്ടമിട്ട മൊഞ്ചത്തിമാരുടെ മലപ്പുറത്താണ് ഇത്തവണ ഓണാഘോഷം ഉണ്ടായത്. അത് വെറും ഓണാഘോഷമല്ല, ഒരു 1.5 ഓണാഘോഷം. ജീവിതത്തിൽ അവരുടെ സങ്കടങ്ങൾ, അടിമയായിട്ടും വിധേയപ്പെട്ടും കിടക്കുന്നതിൻ്റെ വൈഷമ്യങ്ങൾ, അതിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് അവർ ചെയ്തത്. ഇത്തവണ ഓണം ആ കാലഘട്ടം അവസരമാക്കിയിട്ട് പെൺകുട്ടികൾ ശരിക്കും സ്വതന്ത്രരായി സ്വയം പ്രഖ്യാപിച്ചു. ആ സ്വാതന്ത്ര്യം അവർ ശരിക്കും ആസ്വദിച്ചു, അർമാദിച്ചു. ഉള്ളിലും പുറത്തും ഇരുട്ട് മാത്രമുള്ള ഈ ആശാരി സുന്ദരി ഉസ്താദ് ആലപ്പുഴ, അവനെയൊക്കെ, അവൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഊക്കി വിട്ടു. ഈ പെൺകുട്ടികളെ ഇവിടേക്ക് പറഞ്ഞയച്ചതിൻ്റെ പുറകിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ വീട്ടുകാർ, അവരുടെ വാപ്പ അറിയാതെ, അവരുടെ ഉമ്മ അറിയാതെ, അവരുടെ ആങ്ങളമാരറിയാതെ അവരിന്ന് ഇറക്കിത്തിരിക്കും. ഒരു കുട്ടി 2 കുട്ടിയല്ല. അതിൽ നക്സലേറ്റുകളോ അതല്ലെങ്കിൽ ജൻസികളൊന്നുമല്ല, തറവാട്ടുള്ള പെൺകുട്ടികൾ. അപ്പം ആയതുകൊണ്ട് തന്നെ 10,000 പെൺകുട്ടികൾ ഇവിടെ ഓണാഘോഷത്തിൽ അവർ തുള്ളിക്കളിച്ചിട്ടുണ്ടെങ്കിൽ, നൃത്തമാടിയിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൽ എണ്ണെടുത്ത് ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 1000 പേര് ഡാൻസ് ആടിയെങ്കിൽ 50,000 പേര് അവരുടെ പുറകിലുണ്ടായിരുന്നു അർത്ഥം. ഇനി മിണ്ടരുത് കേട്ടോ ഉസ്തുക്കളെ, പേപ്പട്ടി ഉസ്തുക്കളെ, മിണ്ടാതെ ഉരിയാടാതെ പള്ളിയിൽ വാങ്ങുവിളിയും അവിടെ നിന്ന് കിട്ടുന്ന തീറ്റയായിട്ട് ഒതുങ്ങി കുടിക്കും കേട്ടോ. മദ്രസ ഇനി അധികാരം ഉണ്ടാവും തോന്നുന്നില്ല, അത് പിന്നെ ഗവൺമെൻറ്റായിട്ട് തന്നെ പൊട്ടിക്കും. ഉത്തരേന്ത്യയിൽ അത് തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്ക് അക്കാഡമിക് വിദ്യാഭ്യാസം, അധുനാതമായിട്ടുള്ള അക്കാഡമിക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് എന്ന് പ്രഖ്യാപിച്ചു. പുതിയ കുട്ടികൾ അതിൻ്റെ ഒപ്പം നീങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഗുഹാജീവിതം അവസാനിക്കേണ്ട സമയമായി. കുട്ടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും, വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും എന്താണ് മതമുള്ളത്? ക്രിസ്മസിനിവിടെ ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ മാപ്പിളാരെന്നാ പറയുക ക്രിസ്ത്യാനികളെ, മലബാറിൽ വന്ന മുസ്ലിങ്ങളാണ്. ഈ മാപ്പിളാർ ഭയങ്കര പിശുക്കന്മാരാണ്. അപ്പുറത്തെ വീട്ടിലെ പോൾ മാഷിൻ്റെ വീട്ടിൽ ഒരു സ്റ്റാറാണ് കെട്ടിത്തൂക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ അയ്യപ്പൻ നായരുടെ വീട്ടിൽ 10 സ്റ്റാറായിരിക്കും. എന്നിട്ട് അയ്യപ്പൻ നായർ കളിയാക്കും, എന്താ പോൾ മാഷേ ഒരെണ്ണമുള്ളോ എന്ന് പറഞ്ഞ് കളിയാക്കും. അതൊക്കെയല്ലടോ നമ്മൾ പാവങ്ങളാണ് കേട്ടോ. കാരണം അങ്ങനെ വീട്ടിൽ അങ്ങനെ ഭാര്യയും മറിയാമ്മ ടീച്ചറും പോൾ മാഷും 2 പേരും പണക്കാരാണ്. പക്ഷെ അവർ ഒരു നക്ഷത്രം കെട്ടിത്തൂക്കുള്ളൂ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നു, എല്ലാവരും കേക്ക് വാങ്ങിക്കുന്നു. ഇന്നിപ്പോൾ ബർത്ത്ഡേ പാർട്ടി എങ്ങനെയാണ്? എന്തായാലും പറയാം, ഹാപ്പി ബർത്ത്ഡേ ടു യു, അത് പറഞ്ഞിട്ടല്ലേ? അത് ആരുടെ സംസ്കാരമാണ്? അതിങ്ങോട്ട് എടുത്തു, എന്താ കുഴപ്പം? അതാണ് ശരിയായിട്ടുള്ള, അതാണ് കേരളം, ഡൈവേഴ്സിറ്റി കേരളം.
ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും മതമല്ല, മനസ്സിൻ്റെ വിടർവാണ് അവിടെയുള്ളത്. അയൽക്കാരുടെയും കൂട്ടുകാരുടെയും ആഘോഷങ്ങളിൽ അവർക്കൊപ്പം കൂടിയില്ലേ പിന്നെ എന്തോന്ന് മതമാണടോ പേപ്പട്ടികളെ, പിന്നെ എന്തോന്ന് മതമാണടോ പേപ്പട്ടികളെ. ദേ ഇപ്പോൾ ദുബായിൽ പോയി നോക്ക്, അവിടെ എല്ലാ രാജാക്കന്മാരുടെയും വീട്ടിൽ ഓണാഘോഷ. നമ്മുടെ തൃശ്ശൂർ പൂരം, നമ്മുടെ ഓണം അവിടെ ആഘോഷിക്കുകയാണ്. പക്ഷേ ഇവിടെ മലബാറിൽ കുറേ പേപ്പട്ടികളുണ്ട്, അവർ മാത്രമാണ് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ആര് ശ്രദ്ധിക്കുന്നു ആ കൊര? അങ്ങനെയായി കാര്യങ്ങൾ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമസ്കാരം.